മാരാർ തൃക്കാക്കര ഇല്ലെങ്കിൽ മത്സരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അഖിൽ മാരാർ അവിടെ ഗോപകുമാർ എന്ന് പറയുന്ന അതിന്റെ ഉപാധ്യക്ഷന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിടുന്ന് കരഞ്ഞു. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. ഇത് ബഹളമായി. കാരണം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ, ആള് മാറിപ്പോയി. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ അഖിൽ വലിയ ആളാന്നല്ലോ ഒരു വിചാരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരക്ഷരം ഇന്ത്യ നിന്റെ ചെവുക്കലടിച്ച് ഞാൻ പറയും. ഞാൻ സമ്മതിക്കും, അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും. ഇറങ്ങി പോകുന്നു ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്, സാർ എനിക്ക് വേണം തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. എന്താ ഉറക്കം വരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ്, കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത A ക്ലാസ് മണ്ഡലമാണ്. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ ഞാൻ തൂറി. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറുപടി പറയാം, ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും ഞാൻ പറയുന്നത് ചോദിക്കാം. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഇത് കാണിച്ചല്ലോ, ഇനി ഞാൻ പറയും. അഖിൽ മാരാർ പ്രവോക്കണായിട്ട് കാര്യമില്ല, പറഞ്ഞാണിത്. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേരള ബ്ലാഡ് ഫുൾ. ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പക്ഷേ ഇത് സത്യമുണ്ട്. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇതിൽ സത്യമുണ്ട് കാശ്മീർ. എന്റെ കാരണം ഞാൻ പറയാം, പറയുന്നൊന്ന് കേട്ടുകളാ നിങ്ങൾ. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പുള്ളി തന്നെ തിരുത്തി പറയും. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഇതിനാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോവല്ലേ കാശ്മീർ? നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.